നമ്മുടെ പഴയ ഫ്രണ്ടായ ടി എസ് രാധാകൃഷ്ണൻ്റെയും വേറൊരു ഫ്രണ്ടായ ബിനുവിൻ്റെയും ക്ഷണപ്രകാരം ഞാൻ വന്നതാണ് ഇവിടെ. വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കാണാനായിട്ട്. ഈ പങ്കെടുക്കാനും പറ്റിയതും വളരെ സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ ഈ ഒരു പ്രത്യേക ഗാനോപഹാരം ഇത് പ്രത്യേകമായി സമർപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആദ്യമായിട്ട് ഞാനിവിടെ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു, അവരോട് അപേക്ഷിച്ചു കൊടുക്കുന്നു. നമസ്കാരം. ഞാൻ എസ് മനോഹരൻ, തിരുവനന്തപുരം. ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ, ചേതൻ മാഷിൻ്റെ ഒരു ഹാൻഡ് ബുക്ക് വരെ ജീവചരിത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. പി ജയചന്ദ്രൻ മലയാളത്തിൻ്റെ മധുചന്ദ്രിക എന്നാണ് പുസ്തകത്തിൽ. 2014 ജയചന്ദ്രൻ മാഷിൻ്റെ സാന്നിധ്യത്തിൽ അർജുൻ മാസ്റ്റർ പ്രകാശനം ചെയ്ത പുസ്തകം. മഹാനായ MT വാസുദേവൻ സാറിൻ്റെ അവതാരികയോടുകൂടി മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകം. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ജയചന്ദ്രൻ മാഷിൻ്റെ പാട്ടുകൾ അദ്ദേഹം പാടി തുടങ്ങിയ കാലം മുതൽ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ആരാധകൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ പോലെ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാനും പെരുമാറാനും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയുമാണ്. 1966 അദ്ദേഹത്തിൻ്റെ ആദ്യം പുറത്തു വന്ന ഗാനം അന്യലേക്ക് മുൻനിർത്തി. ഞാനത് യൂണിവേഴ്സിറ്റി കോളേജിലെ BSc ഫിസിക്സിൽ പഠിക്കുന്നു. അപ്പോൾ ആ ഫിസിക്സ് ലാബിൻ്റെ ഒരു വാൽമസിന്റെ റേഡിയോയിൽ നിന്നാണ് ആ പാട്ട് അന്യലേക്ക് മുൻനിർത്തി എന്ന ഗാനം കേട്ടത്. വേദന തന്നോട് കുഴലായി പാടി പാടി ഞാൻ നടന്നു, വേദന തന്നോട് കുഴലായി പാടി പാടി ഞാൻ നടന്നു, മൂടുപടം മാറ്റി വരൂ നീ രാജകുമാരി കുമാരി കുമാരി. ആ ഗാനത്തില് മോഹൻലാലിലെ ആ ഗാനത്തില് ഒരു വ്യത്യസ്തമായ ഒരു വരി, മോഹൻലാലിലല്ല വിദ്യാഹരിതായി പ്രേമസിൽ അഭിനയിച്ച ആ ഗാനമുണ്ട്. അവിടെ തുടങ്ങുന്നു ആ കാൽപ്പനിക നാദത്തിനോടുള്ള എൻ്റെ പ്രണയം. ഒരുപാട് പാട്ടുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിക്കുമ്പോൾ ഓരോ പാട്ടും പുറത്തു വരുമ്പോൾ അതാത് കാലത്ത് കിട്ടുന്ന മാധ്യമങ്ങൾ വഴി അത് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ പിന്തുടർന്നു. 67-ലെ കൊല്ലത്തെ ആദ്യ ഗാനങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് 68-ൽ ഗാനമേളയ്ക്കെത്തുമ്പോൾ ആ ഗാനമേള മുതൽ ശേഷം 180-ഓളം ഗാനമേളകൾ കേൾക്കാൻ അവസരമുണ്ടാവുകയും ചെയ്തു. 95-ൽ അദ്ദേഹത്തെ അടുത്ത് പരിചയപ്പെടാൻ പിന്നീട് തിരുവനന്തപുരത്ത് വരുമ്പോഴില്ല എൻ്റെ കൂടെ അദ്ദേഹം താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നിച്ചു പോകാൻ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിനംപ്രതിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിയായി മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പല റെക്കോർഡിങ്ങുകളിൽ പല പ്രോഗ്രാമുകളിൽ കൂടെ സഞ്ചരിക്കാനും ഒരുപാട് മഹാരഥന്മാരെ പരിചയപ്പെടാൻ ത്യാഗരാജൻ മാസ്റ്റർ പോലുള്ള സർവജ്ഞനായ ഒരുപാട് പ്രതിഭകളെ പരിചയപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചു. അതിലുപരി അദ്ദേഹവുമായുള്ള അടുപ്പം കൊണ്ട്
ഒരുപാട് നല്ല പാട്ടുകൾ തിരിച്ചറിയുന്ന ഹിന്ദി, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ അദ്ദേഹത്തിന് അല്ലാത്ത പാട്ടുകൾ അദ്ദേഹം പാടിക്കുന്നു. ഷഫി സാബ്, മുകേഷ്, കിഷോർ ദാ, അതുപോലെ തന്നെ ഹേമന്ത് കുമാർ തുടങ്ങിയ പാട്ടുകാർ, തമിഴിലെ TMS ശീലാമ്മ, ജാനിയമ്മ, ഇതുപോലെ ഒരുപാട് പാട്ടുകാർ അദ്ദേഹം പാട്ട് കേൾപ്പിക്കുകയും എനിക്ക് ഒരു നല്ലൊരു കേൾവി സംസ്കാരം ഉണ്ടാക്കി തരികയും ചെയ്ത ഒരു മഹാനായ കലാകാരനാണ് സേവ്ചന്ദ് മാഷ്. മിക്കവാറും കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലം എല്ലാ ദിവസവും ഒരു 5 പ്രാവശ്യം എന്നെ ഫോൺ വിളിക്കാറുണ്ട്. രാവിലെ 7 മണി, പിന്നെ 9 മണി, പിന്നെ 12 മണി, പിന്നെ 4 മണി, 7 മണി അങ്ങനെ. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാത്രി 9:30 മണി മുതൽ 11 മണി വരെ സ്ഥിരമായി ഞാൻ ലാപ്ടോപ്പിൽ അദ്ദേഹം പാടിയ തമിഴ്, കന്നഡ, തെലുങ്ക് പാട്ടുകൾ കേൾപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പാടി റെക്കോർഡ് ചെയ്ത് ഞാൻ മറന്നുപോയി കിടക്കുന്ന പാട്ടുകളിൽ ഞാൻ പാടി കേൾപ്പിക്കും. അദ്ദേഹം വിടവാങ്ങുന്നതിന് 1 മാസം മുൻപ് വരെ അതായിരുന്നു. 1 മാസം മുൻപ് അദ്ദേഹത്തിന് ചെറിയ വീഴ്ച ഉണ്ടായി. അതിനുശേഷം ആ അവസരം നഷ്ടപ്പെട്ടു. ഇന്നും 9:30 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിക്കാതെ നിർത്തിയിരിക്കുകയാണ്. വിധി അല്ലാത്ത ഒരു ചതിയാണ് നമ്മോട് ചെയ്തത്. അദ്ദേഹം നമ്മോട് വിടവാങ്ങി. ജനുവരി 9 കഴിഞ്ഞിട്ട് ജനുവരി 13 മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനം ഒരു മുല്ലേ പൂമാലയുമായി തുടങ്ങുന്ന ഗാനങ്ങൾ, 2 മലയാള ഗാനങ്ങളും 1 തമിഴ് ഗാനങ്ങൾ വെച്ച് 10,400 പേർക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ക്രൊണോളജി ഓർഡറിൽ പങ്കുവെച്ചു. അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ. അദ്ദേഹം തിരുവനന്തപുരത്ത് വച്ച് വാങ്ങിയ മിക്കവാറും അവാർഡുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ്, അതുപോലെ മാതൃഭൂമി അവാർഡ്, മനോരമ അവാർഡ് തുടങ്ങി പ്രൈവറ്റ് അവാർഡില്ല. തിരുവനന്തപുരത്ത് വെച്ച് വാങ്ങുന്ന അവാർഡിലേക്ക് അടച്ചെടുക്കും. അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു പാട്ട് പുസ്തകം, അതിൻ്റെ ഒരു കോപ്പി അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവം അദ്ദേഹത്തിനുണ്ടായി. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മുടെ പ്രശസ്ത പിന്നണികാരൻ ബിജു നാരായണൻ്റെ ആഭിമുഖ്യത്തിൽ പ്രോഗ്രാം കേരള ഫൈനാൻസ് സൊസൈറ്റി പൂവും പ്രസാദ് എന്നൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അതിന് എൻ്റെ എല്ലാ ആശംസകളും. ഈ പർട്ടിക്കുലറായിട്ടുള്ള ഈ പ്രോഗ്രാമിൽ എൻ്റെ ഒരു പ്രത്യേക സന്തോഷം, ഇതിൽ പാടുന്ന വിനോദ് കുമാർ, അദ്ദേഹം സംഗീതം നൽകി, മധുമേനോൻ എഴുതി അദ്ദേഹം സംഗീതം നൽകി പാടിയ ഒരു പാട്ട്, ഭാവഗായകനെ കുറിച്ചുള്ള പാട്ടാണ്. ആ പാട്ട് അദ്ദേഹം എനിക്ക് മാത്രം അയച്ചത്. ആ പാട്ട് ഞാൻ കേട്ടു. അതിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പല ഇടങ്ങളിലും ഒരു ജയചന്ദ്ര സ്പർശം എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ വല്ലാതെ അർത്ഥത്തിൽ ബാലുവാർ നായരാണ് ഇതിൻ്റെ വിശ്വസിച്ചിരിക്കുന്നത്. ആ പാട്ട് നിങ്ങൾ കേട്ടു.